നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോശസേവയുടെ കൗണ്ടറിലാണ്. ഓം നമഃ ശിവായ. ഞങ്ങൾ പൈബ്രദേശിൻ്റെ കുടുംബം എറണാകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നടത്തുന്ന ദോശസേവയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക എന്നുള്ളത് താഴ്മയായി അപേക്ഷിക്കുന്നു. എറണാകുളത്തപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം വളർന്നു വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആ പ്രീതി എറണാകുളത്തപ്പൻ ഞങ്ങൾക്ക് വർഷം ഈ ദോശസേവയിലൂടെ ഒരു മടങ്ങല്ല, 2 മടങ്ങല്ല, അതേറെ മടങ്ങായി ഭഗവാൻ ഞങ്ങൾക്ക് പ്രീതിപാത്രമാണ്. ഭഗവാനും ഭഗവാന്റെ ഭക്തജനങ്ങൾക്കും ഒരു നേരം ആഹാരം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയായി തീർന്നിരിക്കുകയാണ്. അതിനാൽ എറണാകുളത്തപ്പൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദോശസേവയിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ 5 മണി ഇപ്പോൾ തുടങ്ങി, ഇനി വൈകിട്ട് 8 മണി വരെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഭഗവാന് സേവ ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാനെ കാണാവുന്ന ഭക്തജനങ്ങൾ അവർക്ക് സേവ ചെയ്യണമെന്നാണ് ഭഗവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമ്പാറുണ്ട്, ചൂട് സാമ്പാർ ആൻഡ് ഹോട്ട് മിൽക്ക്. ഇനോഗ്രേഷൻ ഇപ്പോൾ 5:30, 5:30. അതെ അതെ അതെ, വിളക്ക് എത്തിക്കുന്നു. ജസ്റ്റിസ് ടി.ആർ. രാമേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ രാജേന്ദ്ര പ്രസാദ് വരും, ദേവസ്വം പ്രസിഡന്റ് രാജപ്രസാദ് സാറും. അതെ അതെ, ക്ഷേത്ര സമിതി ജസ്റ്റിസ് ടി.ആർ. രാമേന്ദ്രൻ നായർ സാറും വന്നിട്ട് നമുക്ക് ആ കർമ്മം നിർവഹിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് സേവ ചെയ്യും. ഞങ്ങൾ എൻ്റെ അടുത്താണ് ദോശ എടുക്കണം. എടുത്തില്ലേ? ഞാൻ വിളിച്ചോണ്ട് ഞാൻ പുറത്ത് ശംഭോ മഹാദേവ. എട്ട് മണി വരെയല്ലേ സേവ? എല്ലാരും ചോദിക്കണു. ഈ ക്യൂ അതിന്റെ ആണോ? ഇവിടെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഓ, അപ്പൊ തന്നെ പ്ലേറ്റ് ഒക്കെ കഴുകിയെടുക്കും. ഓ, ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്, പ്ലാസ്റ്റിക് പ്ലേറ്റ് അല്ല. പ്ലാസ്റ്റിക് അല്ല. അത് വേണമെങ്കിൽ കാണിച്ചു കേട്ടോ, പേപ്പർ പ്ലേറ്റ് ആണ്. അതിലത് പേപ്പർ പ്ലേറ്റ് ആണെന്നുള്ളത് കാണും, അല്ലാണ്ട് വെറുതെ
ഓ പേപ്പർ പ്ലേറ്റ് ആണ്. പ്ലാസ്റ്റിക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് പോയ കൊല്ലം ആയിരുന്നു അല്ലേ? സർ ഇനോഗ്രേഷന് വന്നാണോ? ഇനോഗ്രേഷന് സമയമായി അല്ലേ? ഏതാ ചാനൽ?